ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിലുള്ള എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും ഇങ്ങനൊരു വീഡിയോ വരുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ മിസ്റ്റേക്സും കുറവുകളൊക്കെ ഇതിനുണ്ടാവും. അതിന് വരുന്ന വീഡിയോസിലൊക്കെ നമുക്ക് മേക്കപ്പ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ നമ്മളിന്ന് പൈതൽ മലയ്ക്കൊരു ട്രിപ്പ് പോവാണ്. നമ്മൾ 3 പേരാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ 3 പേരും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ട്രിപ്പ് പോകുന്നത്. അപ്പോൾ അതിന് ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതുപോലെ ഫസ്റ്റ് ടൈമാണ് ലൈഫിലൊരു ചെറിയ ഒരു ട്രെക്കിംഗ് ഒക്കെ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. പോകുന്ന വിശേഷങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്യാം. നമുക്ക് ട്രെയിനിൽ കയറി സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. രാവിലത്തെ വെതർ ഭയങ്കര രസമുണ്ട്. കാരണം മഴയില്ല, പക്ഷേ ഒരു ചെറിയ തണുപ്പൊക്കെ ആയിട്ട് ഭയങ്കര സുഖമുണ്ട്. ഇങ്ങനെ ട്രെയിനിൽ ട്രാവൽ ചെയ്യാനൊക്കെ നമുക്ക് ഹെഡ്സെറ്റൊക്കെ വെച്ച് ആ ഒരു വൈബിലൊക്കെ പോകാൻ പറ്റിയിട്ടുള്ള നല്ലൊരു വെതറായിരുന്നു. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, യൂട്യൂബ് ഞാൻ തുടങ്ങിയിട്ട് ഒരു 2.5 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, 2-3 കൊല്ലമൊക്കെ ആയിട്ടുണ്ട്. ഭയങ്കര പാഷനേറ്റ് ആയിട്ട് ഞാൻ തുടങ്ങിയത്. പക്ഷേ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഡെയിലി ലൈഫിൽ പ്രത്യേകിച്ച് അങ്ങനെ ഇടാനുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എന്ത് കണ്ടൻറ്റ് ഇടുന്നൊക്കെ ആലോചിച്ച് ഭയങ്കര ഇടാണ്ട് വന്നു. പിന്നെ എനിക്കൊരു പെർഫെക്ഷനിസം പോലെ തോന്നും. അതായത് എപ്പോൾ എന്തിടും, അല്ലെങ്കിൽ കുറച്ചും കൂടി സെറ്റായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നല്ലൊരു ഫോൺ കിട്ടിയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് തോന്നും ബോഡി കുറച്ച് കോൺഷ്യസ് ആവും, അപ്പോൾ കുറച്ച് തടി കുറഞ്ഞിട്ട് ചെയ്യാം. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇപ്പോൾ ആലോചിക്കും ഞാൻ. അപ്പോൾ ഞാൻ കരുതി അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഇത് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മളെ സ്നേഹിക്കാണ്ട് ഒന്നും നടക്കുകയില്ല. അപ്പോൾ ഞാൻ കരുതി ഇനിയിപ്പോൾ അങ്ങനെ ഒന്നും നോക്കണ്ട. എൻ്റെ ഒരു ബർത്ത്ഡേക്ക് ഞാൻ എടുത്തിട്ടുള്ള ഒരു മെയിൻ റെസൊല്യൂഷൻ അതാണ്. നമ്മളായിട്ട് സ്നേഹിക്കുക. അവിടെ ചേഞ്ചസ് വേണ്ട സമയത്ത് അനിവാര്യമായിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവരാം. അതല്ലാതെ അതിനു വേണ്ടി ഓരോ കാര്യങ്ങൾ ഡിലേ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും നടക്കില്ല. അപ്പോൾ അങ്ങനെ കരുതി നല്ലൊരു ഇടയ്ക്ക് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നല്ലൊരു വ്യൂ വന്നു. അപ്പോൾ ഞാൻ അതിലേക്ക് അങ്ങ് ആയിപ്പോയി. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി നോക്കിയപ്പോൾ ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്രയും നാൾ ഇങ്ങനെയൊക്കെ ആലോചിച്ച് നിന്നിട്ടുണ്ടായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വീഡിയോ അത് ഷെല്ലിൽ പൊട്ടിച്ച് വരാനുള്ളൊരു ഇതാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് തന്നെ. അപ്പോൾ ഈ വീഡിയോ ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതിൽ കുറേ പ്രശ്നങ്ങളുണ്ടാവും, അപ്പോൾ കുറേ നെഗറ്റീവ്സ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ സജഷൻസൊക്കെ പറഞ്ഞാൽ ഞാനത് ഇമ്പ്രൂവ് ചെയ്യും. കാരണം എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്, കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു. ഇനിയും ഇത് നടന്നിട്ടില്ലെങ്കിൽ പിന്നെ എനിക്ക് കുറച്ച് നാളും ചിലപ്പോൾ റിഗ്രറ്റ് വരും. പണ്ടേ തുടങ്ങായിരുന്നു, പണ്ടേ ചെയ്യായിരുന്നു എന്നുള്ള ആ ഒരു റിഗ്രറ്റ് ഇനി ഞാൻ ലൈഫിൽ വരത്തില്ല. അപ്പോൾ നമ്മളിനി അവിടെ എത്തിയിട്ട് കാണാം. നമുക്ക് ചായ ഒന്നും കുടിച്ചിട്ടില്ല, ചായ കുടിച്ചിട്ടായിരിക്കും മിക്കവാറും പോവുക. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. നമ്മൾ കണ്ണൂർ എത്തിയിട്ടുണ്ട്. ഇനി എങ്ങോട്ടാണ് പോകേണ്ടത് നമുക്ക് ആർക്കും ഒരു ഐഡിയ ഇല്ല. ആരോടെങ്കിലും ചോദിക്കണം. നമുക്ക് തോന്നുന്നു തളിപ്പറമ്പിലേക്കാണ് പോകേണ്ടതെന്ന്. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് പൈതൽ മലയ്ക്കാണ് കേട്ടോ. അപ്പം കുറേ റീൽസിലും വ്ളോഗ്സിലൊക്കെ ഉണ്ടാ പോകുന്നത്. നല്ല മഴയാണെന്നാണ് വിചാരിച്ചത്, പക്ഷെ നല്ല പൊരി വെയിലാണുള്ളത്. അപ്പോൾ പൈതൽ മലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ബസ് കയറിയിട്ടുണ്ട്. ഡയറക്റ്റ് ബസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇല്ലയെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ ആലക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ബസ് കയറിയിട്ടുള്ളത്. നല്ല മഴയൊക്കെ പ്രതീക്ഷിച്ച് വന്നിട്ട് നല്ല മുട്ടം വെയിലാണ് ഇവിടെ. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം മഴ ഉണ്ടാവുമോ എന്നറിയില്ല, പക്ഷേ ഇപ്പോൾ എന്തായാലും നല്ല വെയിലുണ്ട്. മഴ ഉണ്ടാവണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. കാരണം നമ്മൾ പൊതുവെ എല്ലായിടത്തും മഴ ഉണ്ടാവരുന്നല്ലേ. ഇവിടെ പോകുമ്പോൾ മഴ ഉണ്ടെങ്കിലാണ് കുറച്ചുകൂടി വൈബ് എന്നാണ് തോന്നുന്നത്. പുതിയ കോട്ടൊക്കെ വാങ്ങി വന്നിട്ട് വെറുതെ ആവുമെന്നാവോ. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കി നോക്കാം. അപ്പോൾ ഇനി എനിക്കൊന്ന് പറയുന്നത് കുറച്ച് ടൈമുണ്ട് ആലക്കോടേക്ക്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആലക്കോട് ഇറങ്ങിയിട്ട് മാറി കയറുന്നായിരുന്നു. അപ്പോൾ കണ്ടക്ടർ പറഞ്ഞു അതിനേക്കാൾ ബെറ്റർ തളിപ്പറമ്പ് ഇറങ്ങിയിട്ട് കുടിയാമല ബസ് കയറിയാൽ മതി. അപ്പോൾ നമ്മളിപ്പോൾ കുടിയാമല ബസ്സിലാണുള്ളത്. നല്ല വ്യൂ ആണ് കേട്ടോ, നല്ല ഭംഗിയുള്ള കുറേ സ്ഥലങ്ങൾ, കുറേ പച്ചപ്പും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിന് ഭയങ്കര സന്തോഷമുള്ള അങ്ങനത്തെ സ്ഥലങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് രസമുണ്ട്. KSRTCയിലും കൂടെ ആയതുകൊണ്ട് ഭയങ്കര അടിപൊളിയായിട്ട് പോകാൻ പറ്റുന്നുണ്ട്. ഇവരെ 2 പേരെയും നോക്കിക്കോളൂ. കുറേ നേരമായിട്ട് ഇരുന്ന് ചളി അടിക്കുകയാണ്. ഹായ് പറ. അപ്പം നമ്മൾ 2 പേരും ഫുഡൊന്നും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഫുഡ് ഓർഡർ ചെയ്ത ആളാണെങ്കിൽ വാഷ്റൂം പോയതായിരുന്നു. ആ സമയം കൊണ്ട് ആരും അറിയാതെ അതിലെ ഫുഡൊക്കെ കഴിച്ചിട്ട് ആ കള്ളത്തരം ഭദ്രമായിട്ട് ക്ലീനാക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയുള്ള മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ അഭിനയമാണ് കേട്ടോ. നിങ്ങൾക്ക് വഴിയെ കാണിച്ചു തരാം. അപ്പോൾ അവൾ പൊറോട്ടയും മുട്ടക്കറിയൊക്കെ ഓർഡർ ചെയ്ത് ഇതൊന്നും അറിയാതെ നമുക്ക് പിന്നെ ഫുഡൊക്കെ വായിൽ വെച്ച് തരാണ്. ഒന്നും അറിയാത്ത രീതിയിൽ ഫുഡ് എങ്ങനെയുണ്ട്, ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്.
അപ്പോൾ അതൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ പുറത്തിറങ്ങി ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. ഗൈസ്, അപ്പോൾ നമ്മൾ കുടിയാമല എത്തിയിട്ടുണ്ട്. കുടിയാമലയിൽ നിന്ന് നമ്മൾ ഓട്ടോയിൽ പോകാമെന്ന് വിചാരിച്ച സമയത്ത് 450 ആണ് ഓട്ടോയ്ക്ക് പറയുന്നത്. അപ്പോൾ നമ്മൾ കരുതി കുറച്ചൊന്ന് നടന്നിട്ട് വണ്ടിയിൽ കയറാമെന്ന്. അപ്പോൾ നടന്നു വരുന്ന വഴിക്ക് ഇതാ നല്ല അടിപൊളി വെള്ളച്ചാട്ടം കണ്ടു. വീഡിയോയിൽ എൻ്റെ ഭംഗി ശരിക്കും അറിയാൻ പറ്റുന്നില്ല. നല്ല അടിപൊളി വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ഒരു ചെറിയ ചാറ്റൽ മഴ പെയ്തു, പിന്നെ അതങ്ങ് പോയി. അവിടെ എത്തുമ്പോഴേക്കും മഴ പെയ്താൽ മതിയായിരുന്നു. ഇപ്പം മഴ പെയ്താൽ നമ്മൾ പെടും. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ വഴി അപ്ഡേറ്റ് ചെയ്യാം. എൻ്റെ കൂടെയുള്ള 2 ആളുകളും അങ്ങ് മുമ്പിലെത്തിയിട്ടുണ്ട്. ഞാൻ ഈ വെള്ളച്ചാട്ടമൊക്കെ നോക്കി ഇവിടെ നിന്ന് പോയി. നടക്കാനാവുന്നില്ല, നല്ല കുത്തനെയുള്ള കയറ്റ. നടന്ന് ശീലമില്ലാത്തതുകൊണ്ട് നല്ല ക്ഷീണമാവുന്നുണ്ട്. ഇത് വിചാരിച്ചത്ര എളുപ്പമല്ല. നടക്കുമ്പം കുത്തനെയുള്ള കയറ്റാണ് ഫുൾ, അതുകൊണ്ട് വിചാരിച്ച എളുപ്പത്തിൽ നടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഗൈസ്, നമ്മൾ നടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം ഏകദേശം ഒരു അരമണിക്കൂറായി. ഒരു 1.5 കിലോമീറ്ററാണ് ഇത്രയും സമയം കൊണ്ട് ആകെ കവർ ചെയ്തിട്ടുള്ളത്. കാരണം കുറേ കയറ്റാണ്, പെട്ടുന്നായിപ്പോയി. അപ്പോൾ വരുന്ന വഴിക്കൊരു ചേട്ടൻ പറഞ്ഞു ഇവിടെ ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞിട്ടൊരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന്. അപ്പോൾ നമ്മൾ എന്തായാലും നടന്നില്ലേ. അപ്പോൾ അത് കണ്ടിട്ട് 1 മണിക്കൊരു ബസ്സുണ്ട് പൈതൽമലയ്ക്ക്. അപ്പോൾ നമ്മൾ അത് കിട്ടുകയാണെങ്കിൽ അതിൽ പോകാമെന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. അപ്പോൾ എന്താവും എന്നറിയില്ല. കുറേ ഓടും, കുറേ ഇരിക്കും, ഇങ്ങനെയാണ് നടന്നു പോകുന്നത്. അപ്പോൾ നോക്കാം. ഗൈസ്, ഫൈനലി വേറെ വഴിയൊന്നുമില്ലാതെ നമ്മുടെ ഡിസിഷൻ വളരെ തെറ്റായിരുന്നു എന്ന് മനസ്സിലായി. ഗൈസ്, അപ്പോൾ നമ്മൾ കുറേ നേരം കൊണ്ട് നടന്നിട്ട് പ്രത്യേകിച്ച് വേറെ വഴിയൊന്നും ഇല്ലാതെ നമ്മൾ ജീപ്പ് ഫൈനലി എടുത്തു. ജീപ്പ് വിളിച്ചിട്ട് നമ്മളിപ്പോൾ പോവുകയാണ്. കാരണം പൈതൽമല 3 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യും. അപ്പോൾ നമുക്ക് വന്നത് വെറുതെ ആവും. അതുകൊണ്ട് നമ്മൾ ഇന്ന ജീപ്പ് എടുത്തു. ഇനിയിപ്പം നല്ല കയറ്റമാണ്, അതുകൊണ്ട് നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. നമ്മൾ വിചാരിച്ച രീതിയിൽ നമുക്ക് നടക്കാനൊന്നും പറ്റുന്നുമില്ല. അപ്പോൾ ഇനി അവിടെ എത്തിയിട്ട് കാണാം. ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല കോടയൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. പൈതൽമല 3 മണി വരെയാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ പോകുന്നവരൊക്കെ ഇനി ശ്രദ്ധിച്ചോ. നല്ല വ്യൂ ആണ് കേട്ടോ. ശരിയാ, ഞങ്ങൾ 3 ആളും അതെ. നല്ല തിരക്കുണ്ടല്ലോ സൺഡേ ആയിട്ട്. നമ്മൾ ഏകദേശം എത്താനായിട്ടുണ്ട്. അത്യാവശ്യം നല്ല കയറ്റമുണ്ട്. നടന്നിട്ടുണ്ടെങ്കിൽ നല്ല കോമഡി ആവുമായിരുന്നു. അപ്പോൾ നമുക്ക് ഇത് ഒരാൾ വാടകയ്ക്ക് എടുത്തു, ലീസിനെടുത്തു, പുതിയ ഓടൊക്കെ വെച്ചു. ആകെ ഇനിയുള്ളത് ഈ പൈസയാണ്. ഇത് വെച്ച് നമുക്ക് വീട്ടിലെത്തണം. എന്ത് ചെയ്യുന്നില്ല, ഐഡിയ ഒന്നുമില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇനിയിപ്പോൾ ടിക്കറ്റ് എടുക്കുമ്പോൾ ആ പൈസയും അവിടെ കഴിയും. ണ്ട് നല്ല കോടയുണ്ട്. അപ്പം അങ്ങോട്ടേക്ക് 3 കിലോമീറ്ററും തിരിച്ചും 3 കിലോമീറ്റർ ഉണ്ട്. ഇവിടെ 3 മണിക്ക് ക്ലോസ് ചെയ്യും. ഇപ്പോൾ തന്നെ 2 മണി ആയിട്ടുണ്ട്. നമ്മളെല്ലാം കഴിഞ്ഞ് എത്തിയപ്പം ഈ ഒരു ടൈം ആയിട്ടുണ്ട്. പക്ഷേ ഇത്ര കണ്ടപ്പോൾ തന്നെ ഭയങ്കര വേർത്തായിട്ട് തോന്നുന്നുണ്ട്. കാരണം മൈൻഡിനൊരു റിലാക്സേഷന് ഭയങ്കര കാമായിട്ടുള്ള അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഞാൻ പിന്നെ കുറച്ച് നേരം എനിക്ക് ആ മണ്ണും തണുപ്പൊക്കെ ഫീൽ ചെയ്യാൻ വേണ്ടി ചെരുപ്പൊക്കെ ഒരു നടക്കാൻ തുടങ്ങി. പക്ഷെ അവിടെ അത്ര സേഫല്ല. അവിടെ അട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഭാഗത്തിനതൊന്നും ഉണ്ടായില്ല. അങ്ങനെ പിന്നെ ഫുൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല കോട മൂടി തുടങ്ങി. നല്ല ഭംഗിയായിരുന്നു.
അത്യാവശ്യം നല്ല തിരക്കുണ്ട്, നമ്മൾ സൺഡേ വന്നതുകൊണ്ട്. പക്ഷേ ഭയങ്കര രസമുണ്ട് കേട്ടോ. എനിക്ക് ഞാൻ കാണിച്ചു തരാം ഇവിടുത്തെ വ്യൂ ഒക്കെ. ഇതാണ്, ഇങ്ങനെയാണ് വ്യൂ ഉള്ളത്. ഭയങ്കര രസമുണ്ട്, മൈൻഡിന് റിലാക്സേഷൻ ഉണ്ട് എന്ത് പറഞ്ഞാലും. പിന്നെയോ എന്ത് രസമാണെന്ന് നോക്ക്. നമ്മളിപ്പോഴും അവിടേക്ക് നടന്നെത്തിയിട്ടില്ല. ഈ ഒരു വ്യൂവും ഈ കോടയും, വീഡിയോയിൽ കോടയൊന്നും കാണാൻ തന്നെ പറ്റുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഭയങ്കര രസമുള്ള വ്യൂ, ഞാനത് വെറുതെ പറയല്ല, ഭയങ്കര രസം. മൈൻഡ് നമ്മൾ വേറെ ഒന്നും ആലോചിക്കാനുള്ള ടൈം പോലില്ല, അത്രയ്ക്കും ഇവിടെ തന്നെ. ഇവിടെ നിന്ന് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കാൻ തോന്നുകയാണ്, പോകാൻ തോന്നുന്നില്ല. പക്ഷെ ഇവിടെ ക്ലോസിങ് ടൈം ഉള്ളതുകൊണ്ട് വേഗം നടക്കുകയും വേണമെന്നുള്ളൊരു അവസ്ഥ. ഭയങ്കര രസമാണ്. അങ്ങനെ നമ്മൾ ഫൈനൽ അത്രയും നേരം മരങ്ങളുടെ ഇടയിലൂടെയൊക്കെ നടന്ന് നമ്മൾ ഫൈനൽ എത്തുന്നത് ഇങ്ങനൊരു വ്യൂയിലേക്കാണ്. കുറേ നേരം കുറച്ച് ഡാർക്കായിട്ടുള്ള സ്ഥലത്തോട് നടന്ന് പെട്ടെന്ന് ഇങ്ങനെ ഒരു വെളിച്ചം കാണുമ്പോൾ എനിക്കറിയില്ല, ഭയങ്കര ഫീലാണ് കേട്ടോ. അതും ഫുള്ള് കോട മൂടിയിട്ടാണുള്ളത്. ഇവിടെ നിന്ന് താഴേക്ക് കുറച്ചും കൂടി നടക്കാനൊക്കെ ഉണ്ട്. അതൊന്നും കാണാൻ പോലും പറ്റുന്നില്ല, അത്രയും കോടയിലാണുള്ളത്. നമ്മുടെ കുറച്ച് അടുത്തുള്ള ആളുകളെ മാത്രമേ നമുക്ക് കറക്റ്റ് വിസിബിളായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇവിടെ എത്തിയപ്പോഴേക്കും എൻ്റെ ഫോൺ ഓഫ് ആവാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞതൊക്കെ എൻ്റെ മൈക്ക് ഓഫായിട്ടൊന്നും കേൾക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഇത് കാണുന്നുണ്ടോയെന്ന് പോലും അറിയില്ല. ഞാൻ 2% ഈ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള വ്യൂസൊക്കെ ഞാൻ വേറെ ഫോണിലെടുത്തതൊക്കെ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ബിറ്റ്സും പീസൊക്കെ വെച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഭയങ്കര രസമായിരുന്നു ഈ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ. അങ്ങനെ നമുക്കെല്ലാം കിട്ടി. വെയിൽ കിട്ടി, മഴ കിട്ടി, കോട കിട്ടി, എല്ലാം കിട്ടി ഗൈസ്. അങ്ങനെ ഇപ്പോൾ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. നമ്മൾ ഫോട്ടോ ഇട്ടു, നമ്മൾ തിരിച്ചു പോവാണ്.